പണ്ട് കാലത്ത് നിഷിദ്ധ എന്ന മനോഹരമായ രാജ്യത്ത് നളൻ എന്നൊരു രാജാവ് ജീവിച്ചിരുന്നു. ധൈര്യവും സൗന്ദര്യവും ദയയും നീതിയുമുള്ള മഹാരാജാവായിരുന്നു നളൻ. ജനങ്ങൾ അവനെ വളരെ സ്നേഹിച്ചു. കുതിരകളെ നിയന്ത്രിക്കുന്നതിലും രഥം ഓടിക്കുന്നതിലും ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ചവനായിരുന്നു നളൻ. അതേസമയം വിദർഭ എന്ന രാജ്യത്ത് ദമയന്തി എന്നൊരു രാജകുമാരി ജീവിച്ചിരുന്നു. ദമയന്തി വളരെ സുന്ദരിയും നല്ല മനസ്സുള്ളവളും ആയിരുന്നു. അവളെ എല്ലാവരും സ്നേഹിച്ചു. ഒരു ദിവസം ദമയന്തി കൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിൽ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഹംസം അവളുടെ അടുത്തേക്ക് വന്നു. ആ ഹംസം സാധാരണ പക്ഷിയല്ലായിരുന്നു. അത് മനുഷ്യരെ പോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരു ഹംസമായിരുന്നു. ഹംസം ദമയന്തിയോട് പറഞ്ഞു, നിഷിദ്ധ രാജ്യത്ത് നളൻ എന്നൊരു രാജാവുണ്ട്. ധൈര്യവാനും സുന്ദരനും നല്ല മനസ്സുള്ളവനുമാണ്. നിന്നെപ്പോലെ നല്ലവൾക്ക് യോജിച്ചത് നളൻ തന്നെയാണ്. അതുപോലെ തന്നെ ഹംസം നളന്റെ അടുത്തേക്ക് പോയി അവിടെയും ദമയന്തിയെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ലെങ്കിലും നളനും ദമയന്തിയും തമ്മിൽ പ്രണയത്തിലായി. അവർ മനസ്സിൽ തന്നെ ഒരുമിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദമയന്തിയുടെ സ്വയംവരം പ്രഖ്യാപിച്ചു. ദമയന്തിയെ വിവാഹം കഴിക്കാൻ പല രാജ്യങ്ങളിൽ നിന്നും രാജാക്കന്മാരും യുവരാജാക്കന്മാരും വന്നു. ദേവന്മാർ പോലും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ഇന്ദ്രൻ, അഗ്നി, വരുൺ, യമൻ ഇവർ എല്ലാവരും സ്വയംവരത്തിന് വന്നു. ദേവന്മാർ ഒരു തന്ത്രം ചെയ്തു. അവരെല്ലാം നളന്റെ രൂപം എടുത്തു നിന്നു. ദമയന്തിക്ക് യഥാർത്ഥ നളനെ തിരിച്ചറിയാൻ പറ്റാതിരിക്കാനായിരുന്നു. പക്ഷേ ദമയന്തി ഭയപ്പെട്ടില്ല. അവൾ ശ്രദ്ധിച്ചു നോക്കി. ദേവന്മാർക്ക് നിഴലില്ല, വിയർക്കാറുമില്ല. ഇതറിയാവുന്ന ദമയന്തി നളനെ കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. അവൾ നളന്റെ കഴുത്തിൽ മാലയണിച്ചു. അങ്ങനെ നളനും ദമയന്തിയും വിവാഹിതരായി. അവർ സന്തോഷത്തോടെ രാജ്യം ഭരിച്ചു. പക്ഷേ അവരുടെ സന്തോഷം കണ്ട് കലി എന്ന ദുഷ്ടശക്തിക്ക് അസൂയ തോന്നി. അവൻ നളനെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. കലി നളന്റെ മനസ്സിൽ കയറിപ്പറ്റി അവനെ ചൂതാട്ടത്തിലേക്ക് നയിച്ചു. നളൻ തന്റെ സഹോദരനോടൊപ്പം ചൂതാട്ടം കളിച്ചു. പക്ഷേ കലി കാരണം നളൻ എല്ലായ്പ്പോഴും തോറ്റു. നളന് തന്റെ രാജ്യം, സമ്പത്ത്, വസ്ത്രം എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം നളനും ദമയന്തിക്കും കാട്ടിലേക്ക് പോകേണ്ടി വന്നു. കാട്ടിൽ അവർ വളരെ കഷ്ടപ്പെട്ടു. ഒരു രാത്രി ദമയന്തി ഉറങ്ങുമ്പോൾ ഞാൻ കാരണം അവൾ കഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ച് നളൻ അവളെ വിട്ട് ഒറ്റയ്ക്ക് പോയി. ഉണർന്നപ്പോൾ ദമയന്തിക്ക് നളനെ കണ്ടില്ല. അവൾ കരഞ്ഞുകൊണ്ട് ഭർത്താവിനെ തെരഞ്ഞു നടന്നു. അതേസമയം നളൻ കാട്ടിലൂടെ പോകുമ്പോൾ ഒരു പാമ്പ് നളനെ സ്പർശിച്ചു. നളന്റെ രൂപമാറി. ആരും തിരിച്ചറിയാത്ത ഒരു രൂപമായി അവൻ ബാഹുകൻ എന്ന പേരിൽ മറ്റൊരു രാജാവിന്റെ അടുത്ത് രഥസാരഥിയായി ജോലി ചെയ്തു. ദമയന്തിയുടെ പിതാവായ ഭീമരാജാവ് എല്ലാ രാജ്യങ്ങളിലേക്ക് അവളെ കണ്ടെത്താനായി ആളുകളെ വിട്ടു. അവരിൽ ഒരാൾ ചേതുരാജ്യത്ത് എത്തുകയും ദമയന്തിയെ തിരിച്ചറിയുകയും ചെയ്തു. അങ്ങനെ ദമയന്തി തന്റെ അച്ഛന്റെ രാജ്യത്ത് തിരിച്ചെത്തി. പക്ഷേ അവൾ നളനെ മറന്നില്ല. അവൾ ഒരു തന്ത്രം ആലോചിച്ചു. വീണ്ടും ദമയന്തിയുടെ സ്വയംവരം നടക്കും എന്ന് വാർത്ത പരത്തി. ദമയന്തി വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത എല്ലാവരും കേട്ടു. ഈ വാർത്ത കേട്ട് പല രാജാക്കന്മാരും അവിടെ എത്തി. ബാഹുകൻ എന്ന പേരിൽ നളനും തന്റെ രാജാവിനെ രഥത്തിൽ കൊണ്ടുവന്ന് അവിടെ എത്തി. ദമയന്തിക്ക് ബാഹുകനെ കണ്ടപ്പോൾ സംശയം തോന്നി. അവൻ രഥം ഓടിക്കുന്ന കഴിവ് കണ്ടപ്പോൾ അത് നളൻ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ബാഹുകനെ പരീക്ഷിച്ചു. അവസാനം നളൻ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരികെ വന്നു. നളനും ദമയന്തിയും വീണ്ടും ഒന്നിച്ചു. അവർ വളരെ സന്തോഷിച്ചു. പിന്നീട് നളൻ വീണ്ടും ചൂതാട്ടത്തിൽ ജയിച്ചു. തന്റെ രാജ്യം തിരികെ നേടി. അവർ വീണ്ടും രാജാവും രാജ്ഞിയുമായി.
അവർ പിന്നീട് സന്തോഷത്തോടെ ജീവിച്ചു. സമയം അവരെ പരീക്ഷിച്ചു, ജീവിതം അവരെ വേർപ്പെടുത്തി. പക്ഷേ പ്രണയം അവരെ വീണ്ടും ഒന്നാക്കി. അതാണ് നളനും ദമയന്തിയും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.